ഹലോ ഫ്രണ്ട്സ്, എൻ്റെ വ്ളോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആലപ്പുഴ ലൈറ്റ് ഹൗസിലേക്കുള്ള യാത്രയിലാണ് ഞാനും ശ്യാംടെക്കും. കഴിഞ്ഞ തവണ ലൈറ്റ് ഹൗസിൽ പോയപ്പോൾ അന്നവിടെ പ്രവൃത്തി ദിവസമായിരുന്നില്ല. അതുകൊണ്ടാണ് വീണ്ടും പോകുന്നത്. പിടിച്ച മീനിനെ വലയോടുകൂടി തന്നെ കൊണ്ടുവന്ന് കുടഞ്ഞിട്ട് വിൽക്കുന്ന മീൻ വിൽപ്പനക്കാരെയാണ് ഈ കാണുന്നത്. ചേർത്തലയിൽ നിന്നും ആലപ്പുഴയിലേക്ക് പോകുന്ന വഴി ഇത്തരം കച്ചവടക്കാരെ കാണാം. ഈ റെയിൽവേ ട്രാക്ക് കഴിഞ്ഞിട്ട് നേരെ ചെല്ലുന്നത് ആലപ്പുഴ ബീച്ചിലേക്കാണ്. 4 മണിയോടടുത്ത് വീട്ടിൽ നിന്നിറങ്ങിയ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴേക്കും 5 മണിയാകാറായി. അങ്ങനെ ലൈറ്റ് ഹൗസിൻ്റെ താഴെ എത്തി. ടിക്കറ്റ് എടുത്ത് സമയം കളയാതെ തന്നെ ഞങ്ങൾ ലൈറ്റ് ഹൗസിലേക്ക് കയറി. മുതിർന്നവർക്ക് 20 രൂപയും കൂട്ടികൾക്കും മുതിർന്ന പൗരന്മാർക്കും 10 രൂപയും വിദേശികൾക്ക് 50 രൂപയുമാണ് ചാർജ് വരുന്നത്. കൂടാതെ ഫോട്ടോഗ്രാഫിക്ക് 10 രൂപ ചാർജ് ഈടാക്കുന്നുമുണ്ട്. നല്ല തലയെടുപ്പോടുകൂടെ തന്നെ ലൈറ്റ് ഹൗസ് നിൽക്കുന്നു. പുറകിലാണ് ലൈറ്റ് ഹൗസിനകത്തേക്ക് പ്രവേശിക്കാനുള്ള വാതിൽ. ചെരുപ്പൊക്കെ ഊരിയിട്ടതിന് ശേഷം ലൈറ്റ് ഹൗസിനകത്തേക്ക് കയറി. കൊച്ചിൻ ലൈറ്റ് ഹൗസിൻ്റെ മാപ്പും ലൈറ്റ് ഹൗസിൻ്റെ ഡീറ്റെയിൽസും കയറി ചെല്ലുമ്പോൾ തന്നെ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. മുഴുവനായും തടിയിൽ തീർത്ത പടവുകളാണിത്. അവയിൽ പിടിച്ചങ്ങനെ മുകളിലേക്ക് കയറാൻ തുടങ്ങി. ഒരാൾ തിരിച്ചിറങ്ങി വന്നാൽ മാറിക്കൊടുക്കുവാനുള്ള സ്ഥലമൊന്നുമില്ല. ചുറ്റി വളഞ്ഞു കിടക്കുന്ന മരപ്പടവുകൾ കയറി അങ്ങനെ മുകളിലേക്ക് പോവുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള തടി കൊണ്ട് തന്നെയുള്ള പ്ലാറ്റ്ഫോമുകളുണ്ട്. കളിച്ചും ചിരിച്ചും വർത്തമാനങ്ങൾ പറഞ്ഞ് ഞങ്ങൾ പതിയെ മുകളിലേക്ക് കയറി. മുകളിൽ എത്താറായപ്പോഴേക്കും കയ്യും കാലും കുഴഞ്ഞിരുന്നു. അങ്ങനെ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ എത്താറായി. ഈ കാണുന്ന സ്റ്റെപ്പ് കൂടി കയറിയിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ഹൗസിൻ്റെ മുകളിലെത്താം. ഇപ്പോൾ കയറി ചെല്ലുന്നിടത്താണ് ലൈറ്റ് ഹൗസിൻ്റെ ലെൻസ് ഇരിക്കുന്നത്. താഴെ നിന്നും എടുത്ത പാസ് ഇവിടെ കാണിക്കേണ്ടതുണ്ട്. ടിക്കറ്റ് കാണിച്ച ശേഷം ഈ വഴിയാണ് പുറത്തേക്ക് ഇറങ്ങേണ്ടത്. വിളക്കുമാടത്തിൽ നിന്നുള്ള കാഴ്ച അതിമനോഹരമാണ്. ആലപ്പുഴ പട്ടണത്തിൻ്റെ ഭൂരിഭാഗവും കാണാം. പടിഞ്ഞാറ് സൈഡ് ആലപ്പുഴ ബീച്ചും അറബിക്കടലുമാണ്. ലൈറ്റ് ഹൗസിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു സ്വിമ്മിംഗ് പൂളുമുണ്ട്. കൂടാതെ ലൈറ്റ് ഹൗസിന് താഴെയായി തന്നെ ഒരു റെയിൽവേ ട്രാക്കും പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ട്രെയിൻ പോകുന്ന ഒരു കാഴ്ച കാണണമെന്നും പറഞ്ഞാണ് ഞാനും ശ്യാമും നിൽക്കുന്നത്. മുകളിൽ നല്ല കാറ്റുണ്ട്. ഇങ്ങനെ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു നിന്നിട്ടുണ്ടെങ്കിൽ സമയം പോകുന്നത് അറിയത്തേയില്ല. കേരളത്തിലെ ഏറ്റവും പഴയ ലൈറ്റ് ഹൗസുകളിൽ ഒന്നാണ് ആലപ്പുഴ ലൈറ്റ് ഹൗസ്. കേരളത്തിലെ നീണ്ട തീരപ്രദേശമുള്ള ജില്ലയായ ആലപ്പുഴയിലെ 2 വിളക്കുമാടങ്ങളിൽ ഒന്നാണ് ഈ വിളക്കുമാടം. രണ്ടാമത്തേത് അന്ധകാരനഴിക്ക് സമീപത്തെ മനക്കോടം വിളക്കുമാടമാണ്. 15 സെക്കൻഡിൽ 2 പ്രാവശ്യം വെള്ളപ്രകാശം തെളിയുന്ന രീതിയിലാണ് ഈ വിളക്കുമാടത്തിൻ്റെ പ്രവർത്തനം. 28 മീറ്ററാണ് ഈ വിളക്കുമാടത്തിൻ്റെ ഉയരം വരുന്നത്. അങ്ങനെ നോക്കി നിൽക്കവേ ഒരു ട്രെയിൻ വന്നു. ട്രെയിൻ പോകുന്നതും ദൂരെ ബൈപ്പാസിൽ വാഹനങ്ങൾ പോകുന്നതുമൊക്കെ കണ്ട് നമുക്കിവിടെ അങ്ങനെ നിൽക്കാം. കടലിലേക്കുള്ള കാഴ്ച മനോഹരമായിരിക്കുമെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. 24.5 മൈൽ, അതായത് 39.5 കിലോമീറ്ററാണ് ഈ വിളക്കുമാടത്തിൻ്റെ റേഞ്ച് വരുന്നത്. മാർത്താണ്ഡവർമ്മ 2ാം മഹാരാജാവിൻ്റെ കാലത്ത് ആരംഭിച്ച ഈ വിളക്കുമാടത്തിൻ്റെ നിർമ്മാണം തിരുവിതാംകൂർ രാമവർമ്മ മഹാരാജാവിൻ്റെ ഭരണകാലത്താണ് പൂർത്തിയായത്. ലെൻസിന് ചുറ്റുമുള്ള ജാലകങ്ങൾ മൂടിയിട്ടിരിക്കുകയാണ്. വിളക്ക് പ്രകാശിക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ടാണ്. 1862 ഈ വിളക്കുമരത്തിൻ്റെ പണി പൂർത്തിയായത്. അതായത് ഇപ്പോൾ ഈ വിളക്കുമരത്തിന് 162 വർഷത്തെ പഴക്കമുണ്ട്. ആലപ്പുഴയുടെ പൈതൃക സ്മാരകമായ ഈ വിളക്കുമാടത്തിൽ കയറി കാഴ്ചകൾ ആസ്വദിക്കുവാൻ നിരവധി വിനോദസഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത്. അങ്ങ് ദൂരെ ആലപ്പുഴ കടൽപ്പാലം നമുക്ക് കാണാം. ആലപ്പുഴ ബീച്ചിൽ വളരെ പഴക്കച്ചെന്നതും ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒന്നാണ് ആലപ്പുഴ കടൽപ്പാലം. ആലപ്പുഴ തുറമുഖത്ത് കപ്പൽ അടുത്തിരുന്ന സമയത്ത് ചരക്കുകൾ കയറ്റിയിറക്കിയിരുന്നത് ഇതുവഴിയായിരുന്നു. കടൽപ്പാലത്തിൽ നിന്നും ബീച്ചിനടുത്ത് വരെ ചരക്കുകൾ കടത്താൻ റെയിൽ മാർഗം ഉപയോഗിച്ചിരുന്നു. ഈ കാണുന്ന 3 കെട്ടിടങ്ങൾ അന്നത്തെ കാലത്തെ ഗോഡൗണോ മറ്റോ ആയിരുന്നിരിക്കാം. അങ്ങനെ നോക്കി നിൽക്കവേ ഒരു ട്രെയിനും കൂടി കടന്നുപോയി. പറഞ്ഞറിയിക്കാവുന്നതിലും മനോഹരമായ കാഴ്ചയായിരുന്നു ഇത്. രാവിലെ 9 മണി മുതൽ 11:45 വരെയും ഉച്ചയ്ക്ക് 2 മണി മുതൽ 5:30 വരെയുമാണ് ഇവിടുത്തെ പ്രവേശനം. സമയം 5:30 കഴിഞ്ഞു. മുകളിലുള്ളവർക്ക് താഴേക്ക് ഇറങ്ങേണ്ട സമയമായി. 5:30 ശേഷം താഴെ ആർക്കും ടിക്കറ്റ് കൊടുക്കുന്നതല്ല. സൂര്യാസ്തമയം കാണാമെന്നും പറഞ്ഞിരിക്കുകയായിരുന്നു ഞങ്ങൾ. പക്ഷെ അത് നടക്കില്ല. കുറച്ചു നേരം ഞങ്ങൾ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു നിന്നു. എല്ലാവരും ഇറങ്ങിയ ശേഷം ഞങ്ങളും ഇറങ്ങി.
വിളക്കുമാടത്തിൻ്റെ പവർ യൂണിറ്റുകളൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത് ഇവിടെയാണ്. ആളുകൾ കയറിയിറങ്ങി പടവുകൾ തേഞ്ഞിരിക്കുന്നത് കാണാം. തടി കൊണ്ട് ഇങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത് കാരണം താഴെ വീഴുമെന്നോർത്ത് പേടിക്കണ്ട. എന്നാൽ സ്റ്റെപ്പുകൾ കയറിയിറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. അങ്ങനെ പടവുകൾ കയറിയിറങ്ങി ഞങ്ങൾ താഴെ എത്തി. ലൈറ്റ് ഹൗസിലേക്ക് പ്രവേശിക്കുന്ന വാതിലാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് ലൈറ്റ് ഹൗസ് ഒന്ന് കാണാം. ഇങ്ങനെ നോക്കുമ്പോൾ ലൈറ്റ് ഹൗസിൻ്റെ വലിപ്പം എന്തോരം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ ലൈറ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങി. കൂടാതെ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ മ്യൂസിയം അടച്ചിരുന്നു. തിങ്കളാഴ്ചയാണ് ലൈറ്റ് ഹൗസ് അവധി. എല്ലാവരും പോയിരിക്കുന്നു. ഇനി ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളും അങ്ങനെ ലൈറ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങി. പിന്നീട് പോയത് ബീച്ചിലേക്കാണ്. കഴിഞ്ഞ തവണ പോയിടത്തു നിന്നും കുറച്ച് മാറിയാണ് ഇത്തവണ ബീച്ചിലേക്ക് ഇറങ്ങിയത്. കുറച്ചാളുകൾ ഇവിടെ നല്ല കളിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ചുറ്റുമുള്ളവരൊക്കെ ശ്രദ്ധയോടെ നോക്കി നിൽക്കുകയാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ബീച്ച് പാർക്കുണ്ട്. പാർക്കിൽ വരുന്നവർക്ക് അത്യാവശ്യം വർക്കൗട്ടും കാര്യങ്ങളും ഒക്കെ ചെയ്യാം. ബീച്ചിൽ നല്ല ക്രിക്കറ്റ് കളി നടക്കുകയാണ്. ആർത്തിരമ്പി വരുന്ന കടൽ തിരമാല കടൽ തീരത്തെ തഴുകിക്കൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ തവണ വന്നപ്പോൾ കടൽക്ഷോഭമായതിനാൽ കടലിലേക്ക് ആരെയും ഇറക്കിയിരുന്നില്ല. ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുന്നതിനിടെ ഒരാൾ കൂടെ ഞങ്ങൾക്കൊപ്പം കൂടി. എന്നാൽ ഇവിടെയാകട്ടെ രണ്ടുപേർ നല്ല തല്ലുപിടുത്തമാണ്. എന്നെ കണ്ടതും ഒരുത്തൻ എൻ്റെ അടുത്തേക്ക് വന്നു. പിന്നെ കുറച്ച് സ്നേഹപ്രകടനങ്ങളും കാഴ്ചവെച്ചു. കാഴ്ചകളൊക്കെ കണ്ടും കടൽ തീരത്തുകൂടി നടന്നും സമയം പോയതറിഞ്ഞില്ല. സന്ധ്യയായപ്പോൾ ചൂണ്ടക്കാരൊക്കെ വന്നു തുടങ്ങി. ബൈപ്പാസിലെയും കടകളിലെയും ഒക്കെ ലൈറ്റുകൾ പ്രകാശിച്ചു തുടങ്ങിയിരിക്കുന്നു. കുറച്ചു നേരം കൂടെ കാഴ്ചകളൊക്കെ കണ്ടു നിന്ന ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. പോകുന്ന വഴി ചേർത്തല KSRTC സ്റ്റാൻഡിനടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ കയറി. ഒണിയൻ ഫുഡ് മാൾ എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. പിന്നീട് നല്ലൊരു ഫുഡ് അടി. ഓരോ പൈനാപ്പിൾ ജ്യൂസും ഐസ്ക്രീമും കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.